അറിഞ്ഞിട്ടുണ്ടോ വാപ്പയെ? ആരാണ് വാപ്പ? ആരാണ് ഉപ്പ? ആരാണ് രക്ഷിതാവ്? ചിരിക്കാൻ അറിയാത്തവൻ, ദേഷ്യക്കാരൻ, കാർക്കശ്യക്കാരൻ, എന്തോ ഗൗരവത്തിൽ എപ്പോഴും നടക്കുന്നവൻ, എന്തിനും ഏതിനും എല്ലാറ്റിനും പ്രയാസം പറയുന്നവൻ, അതല്ലേ വാപ്പാനെ പറ്റി മനസ്സിലുള്ളൊരു ചിന്ത? എന്നാ അറിഞ്ഞിട്ടുണ്ടോ പല വാപ്പാരും അവരുടെ ദേഷ്യം മറയാക്കുന്നത് 1000-ഓളം അല്ലെങ്കിൽ 10,000-കണക്കിന് നെഞ്ചിന്റെ ഉള്ളിൽ കുമിഞ്ഞുകൂടിയ സ്നേഹത്തിന്റെ ഉറവകളായിട്ട ഒരായുസ് മുഴുവൻ വാപ്പ ജീവിക്കുന്നത് കുടുംബത്തിന് വേണ്ടിയാ. നിങ്ങൾ ഈ അനുഭവിക്കുന്ന തണൽ അത് വാപ്പാന്റെ ചോരയാ, വാപ്പാന്റെ നീരാ. കാരണം നിങ്ങൾ ഉടുത്ത വസ്ത്രം മുതൽ ഇന്ന് നേരം വെളുത്തപ്പം വീട്ടിൽ നിന്ന് കഴിച്ച ഭക്ഷണം വരെ ആരുടെയോ പറമ്പിൽ, ആരുടെയോ ചൊൽപ്പടിയിൽ എന്തൊക്കെയോ ത്യാഗം സഹിച്ച് നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന വാപ്പാന്റെ ചോരയാ. അതുകൊണ്ടാ പലരും മനസ്സിലാക്കാറുള്ളത് ഗ്രന്ഥം അതല്ലെങ്കിൽ കുടുംബത്തിന്റെ ഭാരം ചുമക്കുന്ന ഒരു കഴുത, ചിരിക്കാൻ അറിയാത്തവൻ അല്ലെങ്കിൽ പുഞ്ചിരിക്കാൻ അറിയാത്തവൻ. ആ രീതിയിൽ നിന്ന് നമ്മളെ ഉമ്മാനെയും വാപ്പാനെയും തിരിച്ചറിയാൻ പറ്റണം. അറിഞ്ഞിട്ടുണ്ടോ വാപ്പാനെ നിങ്ങൾ? ഞാൻ അറിഞ്ഞിട്ടുണ്ട്. വിദേശ രാജ്യത്ത് പോകുമ്പോ ചുട്ടുപഴുത്ത മരുഭൂമിയിൽ 1.5 മണിക്കൂറോ 2 മണിക്കൂറോ ഉറങ്ങാൻ മാത്രം അവസരം കിട്ടി. രാത്രി 12 മണിക്ക് കയറി വന്ന് 3 മണിക്ക് അലാറം വെച്ച് എഴുന്നേറ്റ് തലയിലൂടെ ബക്കറ്റ് വെള്ളമൊഴിച്ച് ഉടുക്കാനുള്ളത് ഉടുത്ത് ബെൽറ്റും കെട്ടി തലയിലൊരു തൊപ്പിയും വെച്ച് ചുട്ടുപഴുത്ത മരുഭൂമിയിൽ ചെന്ന് അറബികളുടെ ആട്ടും തുപ്പുമേറ്റ് ജീവിക്കുന്ന വാപ്പാനെ ഞാൻ കണ്ടിട്ടുണ്ട്. പകലന്തിയോളം തെരുവോരങ്ങളിൽ കച്ചവടം നടത്തി വിറ്റുപോയ സാധനം തിരിച്ചു വന്നപ്പോ തലേന്ന് വിറ്റതിന്റെ പണം ഉപയോഗിച്ച് മക്കൾക്ക് സ്കൂൾ ഫീസും ബസ് ഫീസും കൊടുത്ത് പിറ്റേന്ന് തിരിച്ചു വന്ന സാധനത്തിന് എന്ത് തിരിച്ചു കൊടുക്കുമെന്ന് തിരിച്ചറിയാതെ നിസ്സഹായതയിൽ നെഞ്ചുപൊടിയുന്ന കണ്ണു നിറയുന്ന വാപ്പാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പാതയോരങ്ങളിൽ അല്ലെങ്കിൽ വയലുകളിൽ പകലന്തിയോളം ചുട്ടുപഴുത്ത സൂര്യനിത്തായ ചൂടെടുത്ത് ത്യാഗം സഹിച്ച് വൈകുന്നേരം മുതലാളി കൊടുക്കുന്ന പണവും വാങ്ങി തന്റെ അരയിൽ തിരികെ തെരുവിലേക്ക് വന്ന് മീനും വാങ്ങി ആവശ്യമുള്ള സാധനങ്ങൾ ഭാണ്ഡത്തിലുമെടുത്ത് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ ഉറങ്ങിപ്പോയ മക്കളുടെ കട്ടിലിന്റെ അരികിലേക്ക് ചെന്ന് ആ കാലൊന്ന് പിടിച്ച് തടവി എന്റെ മക്കൾ എന്തെങ്കിലും തിന്നിട്ടാണോ ഉറങ്ങിയത് എന്ന് ചോദിച്ചുറപ്പ് വരുത്തുന്ന ഒരു വാപ്പാന്റെ നെഞ്ചുരുകൽ, ഒരു വാപ്പാന്റെ കണ്ണുനീര്, അത് തിരിച്ചറിയണം മക്കളെ. ആ തിരിച്ചറിവാണ് നമ്മൾ ഈ സമൂഹത്തോടും കുടുംബത്തോടും ചെയ്യുന്ന ഏറ്റവും വലിയ ബോധം. അതുകൊണ്ട് തന്നെയാ പലപ്പോഴും വാപ്പാര് കാർക്കശ്യക്കാരാകുന്നത്. പേടിയാണ് അവർക്ക്. ഒന്ന് ചിരിച്ചാൽ കുടുംബം കൈവിട്ടു പോകുമോ, ഒന്ന് ആമർത്തി സന്തോഷിച്ചാൽ കുടുംബം ഇല്ലാതായി പോകുമോ എന്ന്. അവരുടെ സങ്കടവും അവരുടെ നൊമ്പരങ്ങളും ഉള്ളിലൊതുക്കി അവര് ദേഷ്യക്കാരാവുന്നത് നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാ. കാരണം വാപ്പ കൊണ്ട് വെയിലാ നമ്മളെ തണല്, വാപ്പാന്റെ ചോരയാ നമ്മളെ തണല്, വാപ്പാന്റെ നീരാ നമ്മളെ ഭക്ഷണം. ഇന്നും എനിക്കും നിങ്ങൾക്കും പറയാനുള്ളതെല്ലാം ഒരായുസ് മുഴുവൻ പരാതിയില്ലാതെ പരിഭവങ്ങളില്ലാതെ കുടുംബത്തിന് വേണ്ടി ചോര നീരാക്കിയ വാപ്പാന്റെ കണക്ക. അവസാനം 19 കൊല്ലം വരെ മക്കളെ സ്നേഹിച്ചിട്ടും ആ മക്കൾ കോടതിയിൽ കാമുകനെ മതി എന്ന് പറയുമ്പോ വാവിട്ട് നെഞ്ചത്തടിച്ച് കരയുന്ന, പെണ്ണിന്റെ കാല് പിടിച്ച് വിങ്ങിപ്പൊട്ടുന്ന ആ ഉമ്മാനെ ഭാര്യയെ തോളോട് ചേർത്ത് പിടിച്ച് കരയല്ല സൈനവ, നിനക്ക് ഞാനുണ്ട്, മോക്ക് നമ്മളെ മനസ്സിലായിട്ടില്ലെങ്കിലും നിനക്ക് ഞാനുണ്ടെന്ന് പറഞ്ഞ് കരയുന്ന ഉമ്മയെ തോളോട് ചേർത്ത് എനിക്ക് നീയും നിനക്ക് ഞാനും എന്ന് പറഞ്ഞ് എല്ലാം ഉള്ളിലൊതുക്കി നടക്കുന്ന വാപ്പാന്റെ ത്യാഗമുണ്ടല്ലോ. ആ ത്യാഗത്തിന് നമ്മളിട്ട പേരാ കാർക്കശ്യക്കാരൻ, ദേഷ്യക്കാരൻ, ചിരിക്കാൻ അറിയാത്തവനെന്ന്. പക്ഷേ ആ ദേഷ്യത്തിന്റെ പിന്നിൽ ഒരു ജീവിതം കൊണ്ട് മക്കളെ സ്നേഹിക്കുന്ന കണക്കുണ്ട്. വ്യത്യസ്തത നിറഞ്ഞ ഇത്തരം പ്രഭാഷണങ്ങൾ തുടർന്നും നിങ്ങൾക്ക് ലഭിക്കാൻ ഇസ്ലാമിക് സ്പീച്ച് എന്ന ഈ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യുക.